Okay. All of you mark the attendance. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കുമ്പം നിങ്ങൾ കയറിയെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അപ്പൊ നമുക്കിന്ന് പുതിയ ലെസൺ ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അല്ലേ? 6ാമത്തെ ലെസൺ. എന്താ പേര്? നളനും അരയന്നവും അല്ലേ? നമ്മൾ പറഞ്ഞോ അതിനെപ്പറ്റി കുറച്ച് കാര്യം. ഓക്കെ, കഴിഞ്ഞ ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഡൗട്ട് വേണ്ട ഇനി ആർക്കും. ഓക്കെ, റിഹാനും സായി കൃഷ്ണയും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മള് നളനും അരയന്നവും എന്ന പാഠാണ് എടുക്കുന്നത് അല്ലേ? നളനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെന്താ പറഞ്ഞേ? കുഞ്ചൻ നമ്പ്യാരാണ് ഈ പോയ എഴുതിയെന്ന് പറഞ്ഞു അല്ലേ? നളചരിതം ഓട്ടംതുള്ളലിലുള്ളതാണ് വരികൾ അല്ലേ? അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് കുഞ്ചൻ നമ്പ്യാര്? ആരാണ് കുഞ്ചൻ നമ്പ്യാർ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ജനയിതാവായ മഹാകവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. ഇനിയെങ്കിലും അത് ധൈര്യപൂർവ്വം നിങ്ങൾ പഠിച്ചെടുക്ക്. ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് നമ്മൾ പലതവണയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങള്? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, അപ്പൊ എഴുത്തച്ഛൻ, ചെറുശ്ശേരി. ഇടയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ റിഹാനെ? മ്യൂട്ട് ചെയ്ത് വെച്ചേ എല്ലാവരും. ഓക്കെ, അപ്പൊ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയങ്ങൾ. നെക്സ്റ്റ്, ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആധുനിക കവിത്രയങ്ങളെ പറയണ്ടേ? ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങള്? വള്ളത്തോൾ, എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ആളല്ലേ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ കുമാരൻ ആശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ എസ് നാരായണ മേനോൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണിത് അല്ലേ? ആശാൻ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നു. ഉള്ളൂർ എന്താണ്? ഉജ്ജ്വല ശബ്ദാഢ്യൻ. വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നീ പേരുകളാണ് അവരറിയപ്പെടുന്നത് അല്ലേ? അത് അവരുടെ വിശേഷണങ്ങളാണ്. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ, പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കുഞ്ചൻ നമ്പ്യാരെ പറ്റിയാണ് നമ്മള് കുഞ്ചൻ നമ്പ്യാരുടെ നളചരിതം ഓട്ടംതുള്ളലിൽ നിന്ന് കുറച്ച് വരികളാണ് നമ്മൾ പഠിക്കുന്നത്. നളനും അരയന്നവും എന്നാണ് ലെസന്റെ പേര് അല്ലെ? നളനും അരയന്നവും. അരയന്നൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹംസ അല്ലേ? ഓക്കെ, അരയന്നൻ താറാവ്. നളൻ നള മഹാരാജാവ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ. പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ. കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നം താൻ ചെടുതിയുണർന്നു. അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരെ അങ്ങ് പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടത് ഭക്ഷിച്ചാലും മതി വരുവോളം. അല്ലേ? ഓട്ടംതുള്ളൽ എങ്ങനെയാ ചൊല്ലുക? മിസ്സിന് നല്ലപോലെ അറിയൊന്നും ചില്ല കേട്ടോ. അങ്ങനെ ആ ഒരു രീതിയിലാണ് ചൊല്ലേണ്ടത്. എങ്ങനെയാ?
നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം കളഹം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗ പ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപന് കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നം താൻ ചെടുതിയുണർന്നു അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതരയങ്ങു പറഞ്ഞു തുടങ്ങി അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടത് ഭക്ഷിച്ചാലും മതി വരുവോളം. എന്താ പറയുന്നേ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എന്തെങ്കിലും മനസ്സിലായോ മക്കളെ? ഇല്ല അല്ലേ? എന്താ പറഞ്ഞേ? നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം. എന്താ നളിനം? നളിനം എന്താണ് മീനിങ്? നളിനം താമര. താമര. നളിനം താമര. അപ്പോ നളിന സരസ്, സരസ് പൊയ്ക അല്ലേ? താമര പൊയ്ക. അപ്പൊ നളിന സരസിനരികെ, നളിന സരസിനരികെ നല്ലൊരു പുളിനം. പുളിനം മണൽത്തിട്ട. മണൽത്തിട്ട. പുളിനം തന്നിൽ ചെല്ലുന്നേരം എന്താ ഉണ്ടായത്? നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ. ആര് കണ്ടു? എന്ത് കണ്ടു? അരജൻ, രാജാവ്. രാജാവ് എന്താ കണ്ടത്? നളിനം തന്നിൽ ഉറങ്ങിയിടുന്ന, താമരയില് ഉറങ്ങിയിടുന്ന ആരെ കണ്ടു രാജാവ്? കളഹംസ, അരയന്നത്തെ അല്ലെ? അഴകുള്ള അരയനാണ് കളഹംസം. അപ്പൊ കളഹംസത്തെ ആര് കണ്ടു? അരജൻ, രാജാവ് കണ്ടു. എവിടെ? എങ്ങനെയായിരുന്നേ? നളിന സരസിനരികെ നല്ലൊരു, അല്ലേ? ആദ്യത്തെ വരിയിൽ പറഞ്ഞു എന്ത്? നളിന താമരപ്പൊയ്കയുടെ അരികെ നല്ലൊരു പുളിനം മണർത്തിയിട്ടുണ്ട്. അവിടെ എന്ത്? തന്നിൽ ചെല്ലുന്നവർ എന്ത് കണ്ടു? നളിനം തന്നിൽ, താമരയിൽ ഉറങ്ങുന്ന ആരെ കണ്ടു? കളഹംസത്തെ, അഴകുള്ള ഹംസത്തെ. ആരെ? അരജൻ, രാജാവ് കണ്ടു. അല്ലേ? അപ്പൊ ആ 4 ലൈൻസ് അതാണ്. എന്ത്? നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ. ഇനി എന്താ പറഞ്ഞ? അപ്പൊ എന്താ പറഞ്ഞത് ആദ്യത്തെ ലൈനില്? നളിനം തന്നിൽ ഉറങ്ങിയിടുന്ന കളഹംസം. നളിനം എങ്ങനെയാ? താമര എങ്ങനെയാ? സുന്ദരാണോ? അഴകുള്ളതാണോ? താമര ഭംഗിയുണ്ടോ? ഓക്കെ. അപ്പോ അതിന് സംശയമില്ല അല്ലെ? നളിന ഏതായാലും ഭംഗിയുള്ളതാണ് പൂവ്. അപ്പോ താമരപ്പൂവ് കണ്ടിട്ടില്ലേ എല്ലാവരും? ഓക്കെ, വീടുകളിലും ഉണ്ടാവും അല്ലേ? അപ്പോ നളിനവും കളഹംസവും എങ്ങനെയാ? മനോഹര സൃഷ്ടികളാണ് അല്ലേ? സുന്ദരം എന്ത് ചെയ്യും? സുന്ദരമായതിനോട് ചേരുന്നു. അരയണത്തെ പരുവരിപ്പുള്ളതോ കാഠിന്യമുള്ളതോ ആയ സ്ഥലത്ത് ഉറക്കാൻ ആരിഷ്ടപ്പെടുന്നില്ല? കവിയല്ലേ? അതുകൊണ്ട് തന്നെ കവി കളഹംസത്തെ എവിടെയാണ് ഉറക്കുന്നത്? നളിനം, താമരയില്. അപ്പൊ താമര എങ്ങനെയാ? നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ? അതിലാണ് ഉറങ്ങുന്നത്. പിന്നെന്താ പറഞ്ഞത്? പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗ പ്രഭയും. അല്ലെ? എങ്ങനെയാ? പങ്കം,
എന്താ പങ്കാർത്ഥം? അഴുക്ക് അല്ലേ? പങ്കമകന്നൊരു എന്ത്? തങ്കം. തങ്കം എങ്ങനെയാ? തങ്കം എന്ന് പറഞ്ഞാ അറിയില്ലേ? സ്വർണവും തങ്കവും ഒക്കെ അറിയോ? തങ്കം എങ്ങനെയാ മോനെ മക്കളെ? നല്ല വിലമതിപ്പുള്ള സാധനം തങ്കം. തങ്കക്കട്ടി എന്നെല്ലാം പറഞ്ഞേക്കുന്നില്ലേ? പൊന്നുപോലെ അല്ലേ? ആ, ഒരു തരം എന്താ കല്ല് അല്ലേ? അപ്പൊ എന്താ പറയുന്നറിയോ? പങ്കമകന്നൊരു തങ്കം, അഴുക്ക് പുരളാത്ത തങ്കം. തങ്കം തന്നെ നല്ലതാണ്, പിന്നെ അഴുക്ക് പുരണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അത് അതിലും ബെറ്റർ ആണ് അല്ലേ? അപ്പൊ മാറ്റ് കുറയാത്ത തങ്കമാണ്, ഒറ്റ ലേശം മാറ്റ് കുറഞ്ഞിട്ടില്ല അല്ലേ? പിന്നെന്താ പറഞ്ഞേ? സ്വർണത്തിനോട് പൊരുതി ജയിക്കാൻ കഴിവുള്ള ശരീര ശോഭയാണ് ആർക്ക്? അരയന്നത്തിന്. അതായത് അരയന്നത്തിന്റെ കാന്തി എങ്ങനെയാ? സ്വർണത്തേക്കാൾ മനോഹരമാണ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ പങ്കം അഴുക്ക്, അഴുക്ക് പുരളാത്ത തങ്കമാണ്. പൊന്നിനോടംഗം പൊരുതുമൊരംഗപ്രഭയും, അതായത് സ്വർണത്തിനോട് പൊരുതി ജയിക്കാൻ പറ്റുന്ന അത്രയും അഴകുണ്ടാർക്ക് എന്നാ പറഞ്ഞ അരയന്നത്തിനെ അല്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും. കുങ്കുമ നിറം. എങ്ങനെയാ കുങ്കുമത്തിന്റെ നിറം? കുങ്കുമ എങ്ങനെയാ ഉണ്ടാവുക? ചുവപ്പ്. ഓക്കെ, ചുവപ്പോ മെറൂണോ അങ്ങനെയൊക്കെയാണ് കുങ്കുമം ഉണ്ടാവുക അല്ലെ? കുങ്കുമത്തിന്റെ കളർ ചുവപ്പ്. അപ്പൊ കുങ്കുമ നിറമാം ചിറക്, കൊക്ക്, കൊക്കു അങ്ങനെയാണ്. പിന്നെയോ പങ്കജരുചിരം ചരണദ്വയവും. പങ്കജം വീണ്ടും താമരയുടെ പര്യായാണ് വന്നത്. പങ്കജം താമര. താമര. ഓക്കെ, പങ്കജം താമര. അപ്പോ ആദ്യത്തെ ലൈനിൽ എന്താ പറഞ്ഞേ? അതിനുശേഷമുള്ള 4 അഞ്ചാമത്തത് പങ്കമകന്നൊരു തങ്കം പൊന്നിനോടംഗം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും. അല്ലെ? അംഗപ്രഭ പറഞ്ഞ എന്താ അർത്ഥം? അവയവ ശോഭ അല്ലെ? അവയവത്തിന്റെ ശോഭ. പിന്നെ എന്താ പറഞ്ഞേ? പങ്കജരുചിരം ചരണദ്വയവും. അടുത്ത എന്താ ചോദിക്കുന്നേ? ചരണദ്വയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചരണം, കാലുകൾ അല്ലേ? പാദങ്ങള്. ചരണം, കാലുകൾ അല്ലേ? ആ, ദ്വയം. ദ്വയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2. നമ്മളിപ്പോ ത്രയം പറഞ്ഞില്ലേ? കവിത്രയം, അത് 3. അപ്പൊ ദ്വയം എന്ന് പറഞ്ഞാ 2. അപ്പൊ ചരണദ്വയം എന്ന് പറഞ്ഞാ 2 പാദങ്ങൾ അല്ലെ? 2 കാലുകൾ. ഓക്കെ, ചരണദ്വയം. കണ്ടതു നേരം, ഇതൊക്കെ കണ്ടത് നേരം നൃപന്. നൃപൻ, നൃപൻ രാജാവ്. രാജാവ്. ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു, 2 അർത്ഥം. എന്തൊക്കെ? അരജൻ ഒന്നാമത്തത്, രണ്ടാമത്തത് നൃപൻ. രാജാവ്. അപ്പൊ രാജാവ് എന്നുള്ളതിന് 2 അർത്ഥങ്ങൾ പഠിച്ചു അല്ലേ? പര്യായം. അപ്പൊ 2 നിങ്ങൾ പഠിച്ചു. നൃപൻ, രാജാവ്. കുതൂഹലം, സന്തോഷം അല്ലേ? കുതൂഹലം. നൃപന് കുതൂഹലമുണ്ടായി അല്ലേ? വന്നു. എവിടെയാ കുതൂഹലം ഉണ്ടായത്? മനതാരിങ്കല്. മനതാര് എന്താ? മനതാർ, മനസ്സ്. ഓക്കെ, മനതാര് മനസ്സ്. അപ്പൊ മനതാരിങ്കൽ. പിന്നെ അടുത്ത് എന്താ പറഞ്ഞത്? കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നന്താൻ ചെടുതിയുണർന്നു. എന്താ ചെയ്തേ? മുണ്ടായി വന്നു മനതാരിങ്കൽ വരെ നമ്മൾ പറഞ്ഞു അല്ലെ? കൊണ്ടാടിത്തൻ കരകമലത്തെ. വീണ്ടും വന്നു താമരയുടെ അർത്ഥം വരുന്നത് കമലം, താമര അല്ലെ? കരകമലത്തെ. പിന്നെന്താ പറയുന്നത്? കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം. അരജൻ രാജാവ് പോയി തൊട്ടത് നേരം എന്ത് ചെയ്തു? അരയന്നം താൻ ചെടുതിയുണർന്നു. ചെടുതി പെട്ടെന്ന്, പെട്ടെന്ന് തന്നെ ഉണർന്നു അല്ലെ? തൊട്ടത് നേരം, തൊട്ട സമയത്ത്. അന്നേരം എന്തു പറഞ്ഞു? അരയന്നം പറയുന്നത് എന്താണ്? അടുത്ത ലൈൻസിൽ അതാ പറഞ്ഞത്. എന്ത്? അരുതരുതെന്നെ കൊല്ലരുതെന്ന്, എന്നെ കൊല്ലരുത് എന്ന് അല്ലെ?
തെരുതെരയങ്ങു പറഞ്ഞു തുടങ്ങി. അപ്പൊ അരയന്നത്തിന്റെ അടുത്ത് പോയി തൊട്ട സമയത്ത് രാജാവ് തൊട്ട സമയത്ത് എന്ത് തോന്നി? അല്ല അരയന്നത്തിന് എന്നെ കൊല്ലാൻ തന്നെയാണോ വന്നത് എന്നല്ലേ? അപ്പൊ എന്ത് പറഞ്ഞു? അരുതരുത്, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു അല്ലെ? തെരുതെരയങ്ങ്, തെരുതെരെ തെരുതെരെ ഒരേ പറയില്ല അല്ലേ? ഒരുപാടുണ്ടോ എന്നെ കൊല്ലരുത് എന്ന്. തെരുതെരയങ്ങ് പറഞ്ഞു തുടങ്ങി. പിന്നെന്താ പറഞ്ഞത്? അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നെങ്കിൽ. അതാണ് അതിലത്തെ മെയിൻ പോയിന്റ്. എന്ത്? അപരാധത്തെ, തെറ്റ്, അപരാധം തെറ്റ് അല്ലേ? തെറ്റ് ചെയ്യാത്തവനെ കൃപ കൂടാതെ ദയയില്ലാതെ വധിച്ചാല് എന്താവും? നൃപതേ നിന്നുടെ, അല്ലയോ രാജാവേ, നിന്നുടെ നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം. അല്ലയോ രാജാവേ, അപരാധത്തെ ചെയ്യാത്തവനെ എന്ത് ചെയ്യാതെ? അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചാല് എന്തുണ്ടാവും? നൃപതേ, അല്ലയോ രാജാവേ, നിന്നുടെ നാടും നഗരവും നാടും ധനവും ഒക്കെ സപതി, പെട്ടെന്ന്, സപതി പെട്ടെന്ന്, പെട്ടെന്ന് നശിക്കുമതോർത്തിയിടേണം. എന്തു പറ്റി ജോസി? ഇവിടെ ശ്രദ്ധിച്ചേ, എന്താ അവിടെ പുറകെ ഉള്ളത്? അപ്പൊ സപതി പെട്ടെന്ന്, പെട്ടെന്ന് തന്നെ നശിച്ചു പോകും, അത് ഓർമ്മ വേണം അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? അപരാധം ചെയ്യാത്തവരെ എന്ത് ചെയ്താല്? കൃപ കൂടാതെ, അപരാധം ചെയ്യാത്തവനെ ദയ കൂടാതെ വധിച്ചെന്നാകിൽ എന്തുണ്ടാവും? വധിക്കുക, കൊല്ലുക. കൊന്നാൽ എന്തുണ്ടാവും? നൃപത, അല്ലയോ രാജാവേ, നിന്നുടെ നാടും ധനവും ഒക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും, അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ എന്താ ഇതിൽ പറഞ്ഞേ? തെറ്റ് ചെയ്യാത്തവനെ നമ്മള് ഒരിക്കലും ഹിംസിക്കരുതല്ലേ? അപ്പോ നമ്മുടെ സർവ സൗഭാഗ്യവും നശിച്ചു പോകും അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു മോറൽ ഇവിടെ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാൻ ഒരു രുചിയുണ്ടെങ്കിൽ. അപ്പൊ രാജാവ് വന്ന് നല്ല സുഖമായി എവിടെ? താമരയിൽ കിടന്നുറങ്ങുന്ന അരയന്നത്തെ തൊട്ട സമയത്ത് അവർ പെട്ടെന്ന് ഉണർന്നു അല്ലെ? അരയന്നം. അപ്പൊ അരയന്നം പറയുന്നതാണ്. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം പറഞ്ഞു അരുതരുത്, എന്നെ കൊല്ലരുത്. പിന്നെന്ത് പറഞ്ഞു? അപരാധത്തെ ചെയ്യാത്തവനെ, തെറ്റ് ചെയ്യാത്തവനെ ദയയില്ലാതെ വധിച്ചാല് അല്ലയോ രാജാവേ, നിങ്ങളുടെ നാടും ധനവും ഒക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും, അത് ഓർമ്മയില് ഉണ്ടാകണം. പിന്നെയോ? പിന്നെന്താ പറഞ്ഞേ? പക്ഷികളെ കൊല ചെയ്തൊരു മാംസം. നിനക്ക് പക്ഷികളെ കൊല ചെയ്ത മാംസം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഭക്ഷിപ്പാൻ ഒരു രുചിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്ഷിതിയിൽ, ഈ ഭൂമിയില്, ക്ഷിതി ഭൂമി അല്ലെ? ഈ ക്ഷിതിയിൽ എന്തുണ്ട്? പല കുക്കുടമുണ്ടത്. കുക്കുടം കോഴി, പല കുക്കുടങ്ങളുണ്ട്. കോഴി അല്ലെ? കുക്കുടം കോഴി. ഈ ക്ഷിതി പറഞ്ഞ ഈ ഭൂമി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പക്ഷികളെ കൊന്നിട്ട് അതിന്റെ ഇത് രുചിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ കൊല്ലാൻ വരരുത്. ഈ ക്ഷിതിയിൽ, ഈ ഭൂമിയില് ഒരുപാട് കോഴികളുണ്ട്, അവരെ എന്ത് ചെയ്തോ? ഭക്ഷിച്ചാലും മതി വരുവോളം, നിന്റെ ആശ തീരുവോളം ഭക്ഷിക്കുക എന്നാണ് അരയന്നം പറയുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ പാഠഭാഗം? എന്തൊക്കെയാ പറഞ്ഞത്? അപ്പോ ആദ്യം മുതൽ അർത്ഥം എങ്ങനെയാ? നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ. രാജാവ് നളിന സരസിലെ, താമരപ്പൊയ്കയിലെ മണൽത്തിട്ടയിലെ താമരയുടെ മുകളിൽ കിടന്നുറങ്ങുന്ന ആരെ കണ്ടു? അരയന്നത്തെ രാജാവ് കണ്ടു അല്ലെ? നെക്സ്റ്റ്, പങ്കമകന്നൊരു തങ്കം പൊന്നിനൊടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും അല്ലെ? എങ്ങനെയായിരുന്നു? പങ്കം, അഴുക്കില്ലാത്ത തങ്കം പോലെ, അതായത് മാറ്റുകുറയാത്ത തങ്കം പോലെ. പിന്നെയോ സ്വർണത്തിനേക്കാളും ഭംഗിയുള്ള അരയന്നം. അതിന്റെ ഏതൊക്കെ വർണ്ണിക്കുന്നുണ്ട്? ചരണദ്വയം, പിന്നെ കൊക്ക്, ചിറക്, ഇതൊക്കെ കവി വർണ്ണിക്കുന്നത്. കവിക്ക്
അത്രയും നല്ലതാണ് അരയന്നം എന്നാണ്. അതുകൊണ്ട് താമരയിൽ തന്നെ കിടന്നുറങ്ങാനാണ് പറയുന്നത് അല്ലേ. താമരയിലാണ് ഒരു കാഠിന്യമോ പരുപരിപ്പുള്ളോ ഒന്നും സ്ഥലത്തല്ലാതെ നല്ല സുഖനിദ്രയിലാണ് പറയുന്നത് അല്ലേ. നല്ല മാർദ്ദവമുള്ളിടത്താണ് അരയന്നം കിടന്നുറങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള അരയന്നത്തെ എന്ത് ചെയ്തു? കണ്ടതു നേരം, അരയന്നത്തെ കണ്ട സമയത്ത് നൃപന്, ആർക്ക്? രാജാവിന് കുതൂഹലമുണ്ടായി, സന്തോഷമുണ്ടായി അല്ലേ. എന്നിട്ടോ എവിടെ ഉണ്ടായി സന്തോഷം? മനസ്സിലുണ്ടാവുമല്ലോ, നമുക്ക് മനസ്സ് നിറയും അല്ലെ അങ്ങനെയുള്ള കാഴ്ച കാണുമ്പോ. അപ്പൊ അങ്ങനെ രാജാവിന് സന്തോഷമുണ്ടായി. അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം? കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം, അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നൻ ചെടുതിയുണർന്നു. അരയൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഉണർന്നു അല്ലെ. അരുതരുതെന്നെ. അപ്പൊ ഇവിടെ പെട്ടെന്ന് ഉള്ളത് എന്തൊക്കെ പ്രയോഗങ്ങൾ, ഏതൊക്കെ വാക്കുകൾ നമ്മൾ പഠിച്ചു? ചെടുതി, സബതി അല്ലേ. രണ്ടെണ്ണം പഠിച്ചില്ലേ? ഏറെ അർത്ഥങ്ങൾ ഒരേ ഇതിൽ വന്നു പര്യായ പദങ്ങളായിട്ട്. താമരക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഇവിടെ കിട്ടി. നെക്സ്റ്റ് രാജാവിന് കിട്ടി, പെട്ടെന്ന് അല്ലെ, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്തു പറഞ്ഞു അരയന്നം? അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതരയങ്ങ് പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കും അതോർത്തിയിടേണം. അപ്പോ തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൃപ കൂടാതെ, തെറ്റ് ചെയ്യാത്തവനെ ദയയില്ലാതെ ശിക്ഷിച്ചു കഴിഞ്ഞാല് എന്തുണ്ടാവും? അല്ലയോ രാജാവേ, നിങ്ങളുടെ നാടും ധനവും ഒക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അത് ഓർത്ത് വെക്കണം, ഓർമ്മയിലുണ്ടാകണം അല്ലെ. പിന്നെന്താ പറയുന്നത്? പക്ഷികളെ കൊല ചെയ്ത, പക്ഷികളുടെ കൊല ചെയ്തിട്ട് അതിന്റെ മാംസം ഭക്ഷിക്കാൻ രുചിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്ഷിതിയിൽ, ഈ ഭൂമിയില് എന്തുണ്ട്? ഒരുപാട് കുക്കുടങ്ങളുണ്ട്, അതായത് കോഴികള്. അപ്പൊ ആ കോഴികളുടെ മാംസം നീ മതിവരുവോളം രാജാവേ ഭക്ഷിച്ചോ എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അതാണ് ഇവിടെ കുഞ്ചൻ നമ്പ്യാർ നല്ല ഹാസ്യപരമായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി അത് വായിക്കാം മിസ്. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ. പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമനിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപന് കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ. കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജം ചെന്നിഹ തൊട്ടതു നേരം അരയന്നം താൻ ചെടുതിയുണർന്നു. അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതരയങ്ങു പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടതു ഭക്ഷിച്ചാലും മതിവരുവോളം. ഇപ്പോ പക്ഷികളെ കൊല ചെയ്ത മാംസം കഴിക്കാൻ നിങ്ങൾക്ക് രുചിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്ഷിതിയിൽ, ഈ ഭൂമിയിൽ ഒരുപാട് കുക്കുടങ്ങളുണ്ട്, അതിനെ മതിവരുവോളം കഴിക്കുക എന്നാണ് ലാസ്റ്റ് ലൈൻസിൽ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കരകമലത്തെ കൊണ്ട് പിടിച്ചു മുറുക്കി, താമരപ്പൂ പോലെയുള്ള കൈ കൊണ്ടാണ് രാജാവ് ഹംസത്തെ പിടിച്ചത് അല്ലെ. രാജാവിന്റെ കൈയുടെയും പറയുന്നുണ്ട് വിശേഷണം. പിന്നെയോ കരകമലം കൊണ്ട് എത്ര മുറുകെ പിടിച്ചാലും എന്തുണ്ടാവും? ഹംസത്തിന് നോവിക്കുകയില്ല അല്ലെ. പരുക്കനായ കൈയാണെങ്കിൽ എന്ത് ചെയ്യൂ? നോവൂ. എങ്കിലും തന്നെ കൊല്ലരുതെന്ന് പക്ഷി അപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ നൃപന് കുതൂഹലമുണ്ടായി വന്നു, രാജാവിന് സന്തോഷം
വർദ്ധിച്ചു. കാരണം കുങ്കുമ നിറമുള്ള ചുണ്ടും ചിറകുമാണ് ആരുടേത്? ഹംസത്തിൻ്റെത്. അത് വിശദീകരിച്ച് പറയുന്നുണ്ട് അവിടെ. തന്റെ സ്വർണവർണ്ണമായ കൊട്ടാരത്തിൽ വസിക്കേണ്ടതാണ് ആര്? ഈ പക്ഷി. തടാകത്തിലെ താമരയിലല്ല ഇതിനെ പാർപ്പിക്കേണ്ടത് എന്നാണ് രാജാവ് വിശ്വസിക്കുന്നത്, അല്ലെ? നെക്സ്റ്റ് അവിടെ അതിനു മുമ്പേ തങ്കമകന്നൊരു തങ്കം, അത് മിസ് പറഞ്ഞതാണ്. അഴുക്ക് പുരളാത്ത തങ്കം, മാറ്റു കുറയാത്ത തങ്കം, പൊന്നിനോട് അംഗം പൊരുതും ഒരംഗപ്രഭ. സ്വർണത്തിനോട് പൊരുതി ജയിക്കാൻ കഴിവുള്ള ശരീര ശോഭയാണ് ആർക്ക്? അരയന്നത്തിന്, അല്ലേ? സ്വർണത്തെക്കാൾ മനോഹരമാണ്. കേൾക്കുന്നില്ലേ മക്കളെ? നെറ്റ് പോയോ? ഇപ്പൊ കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇടക്ക് കുറച്ച് നെറ്റ് പോയി തോന്നുന്നു, അല്ലേ? ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, പാഠം മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക്? ഓക്കെ, വന്നു മിസ്. ഓക്കെ, നെറ്റ് പോയി അല്ലേ എന്റെ ഇടയില്? ഓക്കെ, അപ്പൊ പാഠം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ മക്കളെ? യെസ്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചേ. എഡ്വിൻ നേരത്തെ കൈപൊങ്ങുന്നുണ്ട്. എഡ്വിൻ വായിച്ചോ. മിസ്സേ, ഓ, ചോദിക്കാനാണോ? ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ അതില്ലേ, അതിലെ താഴത്തെ ലൈൻ എനിക്കില്ല മിസ്സേ. ഏതാ മോനെ ഇല്ലാത്ത? ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടത് എന്നാ? എന്നാ എഴുതിയെടുത്തോ മോൻ. അതിന് താഴെ എഴുതി വെച്ചോ, ഇക്ഷിതിയിൽ പല കുക്കുടം. ഈ ക്ഷിതി, ഈ എഴുതുക, എന്റെ ഇക്ഷ എഴുതിയിട്ട് ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടത് ഭക്ഷിച്ചാലും മതി വരുവോളം. അതാണ് 2 ലൈൻ. ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ടോ ടെക്സ്റ്റില്? ഉണ്ട്, ലാസ്റ്റ് വരെയുള്ള ഭാഗം. ഓക്കെ, എന്റെ നാളചരിതം ഓട്ടം തുള്ളുന്നുണ്ടോ എഡ്വിൻ? എഡ്വിൻ്റെ ഇതില് നാളചരിതം ഓട്ടത്തുള്ളുന്ന ലാസ്റ്റ് ഉണ്ടോ? കുഞ്ചൻ നമ്പ്യാർന്ന് ഇല്ല, അപ്പൊ അത്രയും ഇല്ല അല്ലെ? എഴുതിയോ? ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടത് ഭക്ഷിച്ചാലും. ജോസിയിലെല്ലാം ഉണ്ട്. ഇതാ മിസ്സിന്റെ ഇങ്ങനെ എഴുതണ്ട. ഇതാ എഡ്വിൻ, ഇവിടെ കണ്ടോ? കുഞ്ചൻ നമ്പ്യാർന്നുണ്ട്, നാളചരിതം ഓട്ടത്തുള്ളുന്നുണ്ട്. ഓക്കെ, ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടത് എഴുതിയോ? ഭക്ഷിച്ചാലും മതി വരുവോളം. ഭക്ഷിച്ചാലും മതി വരുവോളം എന്നല്ലേ ലാസ്റ്റിലെ. ഇക്ഷിതിയിൽ കുക്കുടമുണ്ടത് എന്ന് ഒരു വരി, അതിനുശേഷം ഭക്ഷിച്ചാലും മതി വരുവോളം. ഓക്കെ, എല്ലാം ഉണ്ട് ബാക്കി എല്ലാവർക്കും. അപ്പൊ ഒന്ന് വായിച്ച എഡ്വിൻ. ഏഞ്ചൽ എന്നാ വായിക്കും. ഏഞ്ചൽ അല്ലേ പറഞ്ഞത്? ഇപ്പൊ ആരാ പറഞ്ഞേ? പാടമാറ് നളനും അരയന്നവും നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ട നരജൻ പങ്കമകന്നൊരു തങ്കം പൊന്നിനോ ഡങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും ഓക്കെ, പങ്കജ രുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ കൊണ്ടാടിത്താൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നം താൻ ചെടുതിയുണർന്നു അരുതരുതെന്നെ കൊല്ലരുതെന്നു തെരുതെരെ അങ്ങു പറഞ്ഞു തുടങ്ങി അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണ പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടതു ഭക്ഷിച്ചാലും മതി വരുവോളം. നളചരിതമോട്ടം തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആരാ വായിച്ചോ? ഞാൻ വായിക്കട്ടെ.
പാഠം 6. നളനും അഴയന്നവും. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ. പങ്കമകന്നൊരു തങ്കം പൊന്നിനോടക്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദയവും കണ്ടതു നേരം നൃപന് കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ കൊണ്ടാടി തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുകി കൊണ്ട അരജൻ ചെന്നഹ തൊട്ടതു നേരം അരയന്നം താൻ ജഡുതിയർന്നും അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതരെ അങ്ങു പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ നിന്നോട് നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇച്ചിതയിൽ പല കുക്കുടമുണ്ടതു ഭക്ഷിച്ചാലും മതി വരുവോളം. നാളെ ചരിതം ഓട്ടൻതുള്ളൽ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? എന്റെ ആർക്കും ധൈര്യമില്ലേ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആരാ വായിക്കുന്ന അടുത്ത്? ഏബൽ ബിനോയ് ഒന്ന് വായിച്ചേ. എവിടെ ഏബൽ ബിനോയ്? ഏബൽ ബിനോയ്, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് റീഡ്. നളനം എന്നാ പാടത്തിന്റെ പേര്? അല്ലേ, നളനവും അരയന്നവും നളനവും അരയന്നവും നളിന നളിന സരസിനരികെ നല്ലൊരു പുലിനം തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കലഹത്തെ കണ്ടാനൻ അരജൻ പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പോരുമൊരംഗപ്രഭയും. ഏബൽ ബിനോയിനെ പാഠമെന്ന് പഠിപ്പിക്കേണ്ടി വരുന്ന തോന്നുന്നല്ലേ? ഇത് വരുമ്പോ സ്ലിപ്പായി പോകുന്നു. ടെക്സ്റ്റ് വായിക്കണം നല്ലതുപോലെ. ഇടക്കിടക്ക് വായിക്കുന്നുണ്ട്. മറ്റേ പത്രങ്ങളെല്ലാം വായിക്കലുണ്ടോ? ഇത് കിട്ടുന്നില്ല. എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പത്രം വായിക്കുന്നുണ്ടാവും. പത്രം ഇടക്കിടക്ക് വായിക്കുന്നുണ്ടേ ഇല്ലു, ഇടക്കിടക്കും ഇല്ല. കേട്ടാൽ അറിയാലോ എനിക്ക് എത്ര വരെ വായിക്കുന്നുണ്ട്. അപ്പൊ നാളത്തേക്ക് ഏബൽ ബിനോയ് എനക്ക് ഈ പാഠഭാഗം നല്ലതുപോലെ വായിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ.
റെഡി അല്ലേ? നാളത്തേക്കല്ല, ഇന്ന് വൈകുന്നേരത്തേക്ക്. ഓക്കെ. നെക്സ്റ്റ് എഡ്വിൻ വായിച്ചു. എഡ്വിൻ. പാടം 6 നനഞ്ഞ അരയന്നവും നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹസത്തെ കണ്ടാ നരജൻ പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗപ്രഭയം കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്നു മനതാരെങ്കിൽ കൊണ്ടാടിതൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുകിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നം തൻ ചെടുതിയുണർന്നു അരുതരുതെന്നെ കൊല്ലരുതെന്നു തെരുതെരയെങ്ങു പറഞ്ഞു തുടങ്ങി. അതെ വിധിച്ചൊന്നെങ്കിൽ നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കുമാ. അതോർത്തിയിടേണം. ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ